ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരത്തെ ഞാനൊരു വ്ളോഗിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് ഈ വീട് ഇന്ന് ചിറ്റയുടെ വീട്ടിലോട്ട് വന്നാണ്. പെട്ടെന്ന് നമുക്കൊരു തോന്നി ഒരു വ്ളോഗൊക്കെ എടുത്തേക്കാന്ന്, അങ്ങനെ നമ്മൾ എടുക്കുന്നതാണ്. ഇതാണ് വീട് ഗൈസ്. ഇതാ അത്തപ്പൂവൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. എന്ത് ചെയ്യും, അത്തപ്പൂവൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചെറുതേ വ്ളോഗ് ആക്കാൻ വാ, നീ ഇങ്ങോട്ട്. പൊന്നൊന്നും വേണ്ട, നീ വാ. ഇതാണ് നമ്മുടെ ചെറുത്. ഇവളെ ചെറുതെന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിലെ കഥ എന്നാന്ന് വെച്ചാൽ, ഇവളുണ്ടായപ്പോൾ ഭയങ്കര കുഞ്ഞതായിരുന്നു. അപ്പം ഞങ്ങൾ കൊച്ചുമക്കളിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായത് ഇവളായതുകൊണ്ട്, അന്ന് ലാസ്റ്റ് ഉണ്ടായത് ഇവളായതുകൊണ്ട്, കുഞ്ഞതായതുകൊണ്ട് ഇവളെ ഞങ്ങളെ ചെറുതേന്ന് ഞങ്ങളാണ് വിളിച്ചു തുടങ്ങിയത്. ഞാനും വിഷ്ണു ചേട്ടായി ഞങ്ങളെ ചെറുതെന്ന് വിളിച്ചു. അങ്ങനെയാണ് അവളെ ഞങ്ങൾ ചെറുതെന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നീട് അതൊരു പേരായി മാറി. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെറുതെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇത് അവളുടെ ചേച്ചി കല്യാണി. ഇവളുടെ യഥാർത്ഥ പേര് ദേവിപ്രിയ. പക്ഷെ ഞങ്ങൾ ഇവളെ സ്നേഹം കൊണ്ട് കല്യാണിന്ന് വിളിക്കും. കല്യാണിന്ന് വിളിക്കും. അമ്മ അപ്പുറത്ത് പോയിട്ട് വരാം. അപ്പം നമുക്കിത് കണ്ടോ, ഒരു പഴയ ഒരു വീട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതാണ് അടുക്കള. അമ്മേ, അതൊക്കെ പോയിട്ടാണ്. നമ്മുടെ ചിറ്റ, അമ്മച്ചി, വെല്ലിച്ചൻ, വെല്ലിമ്മ ഹാഫ് നേക്കഡ്. ഞങ്ങള് ഒരു ഡാൻസ് വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പം ഇവിടെ ആദ്യം ഒരു സ്പോട്ട് കണ്ടുപിടിക്കണം, പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ അത് പഠിച്ച് കളിക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ഓണമായിട്ടില്ല, ഇത് ഓണം ആകുന്നതേ ഉള്ളൂ. ഓണത്തിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ആണ്. പക്ഷെ ഇത് എഡിറ്റൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും മിക്കവാറും ഓണം കഴിഞ്ഞായിരിക്കും ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഞാൻ വിചാരിച്ചു ചിറ്റ വിളിച്ചപ്പോഴത്തേക്കിനും വന്നതാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിച്ചേ, ചുമ്മാ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ്. സദ്യയൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം. കാരണം വെല്ലിച്ചനും വെല്ലിമ്മയും ഉണ്ട്, അമ്മച്ചിയുണ്ട്. നമുക്കൊരു എന്താ പറയുന്നത്, ഒരു മെമ്മറി, അതുകൊണ്ട് എടുക്കാൻ വിചാരിച്ചു. ഇനി ഈ വീട് കണ്ടു, പഴയ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ വീടേ, നല്ല രസമാണ്. അതാകുമ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ അടിച്ചിട്ടൊക്കെ പോകാം. അതൊക്കെ നൈസ് സെറ്റപ്പാണ്. എനിക്ക് ഈ പണ്ടത്തെ ടൈപ്പ് വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ടത്തെ ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് ഈ വീടും ഭയങ്കര ഇഷ്ടമാണ്. സോ ഡാൻസ് പഠിക്കാനുള്ള പാട്ടൊക്കെ പോയി തപ്പിയിട്ട് നോക്കട്ടെ. അപ്പൊ ഫ്രണ്ടിലോട്ട് ഈ സംഭവം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഫ്രണ്ടിലോട്ട് കൈ വരും. സെറ്റ്. ഓക്കെ, ഒന്നുകൂടെ. എന്റെ ഒന്നാമത്തെ ഇടുപ്പ് അപ്പം ഡാൻസ് പഠിച്ചു തീർന്നിട്ടുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല കളിക്കുന്നത്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ അറിയത്തില്ല, കാരണം അല്ലേ, എന്തോ അറിയത്തില്ല. അതുകൊണ്ട് തട്ടിക്കൂട്ട് ഡാൻസ്, ഇപ്പൊ കളിക്കാനുള്ള തട്ടിക്കൂട്ട് ഡാൻസ്. ഇപ്പൊ ആള് ടാങ്ക് ഇറക്കിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. വരട്ടെ. എന്റെ ഫോണ്
ഗൈസ്. അങ്ങനെ പറ, ഞാൻ കുടിക്കുന്നത് ഞാൻ കലക്കിയതാ. ഫ്രിഡ്ജിൽ വെക്കരുത്. എന്റെ കാലിൽ ഞെളിക്കാൻ വയ്യ. ബീട്രൂട്ട് കിച്ചടിയോ പച്ചടിയോ പിന്നെ നീ എന്നെ കാണിക്കണം. ഗൈസ് അങ്ങനെ നമ്മള് തീയല്, അവിയല്, അവിയലുണ്ട്, സാമ്പാറ്, പിന്നെ ഇവിടെ പപ്പടം, പിന്നെ ചോറ് വരണം, ഇത് ഒരു ചേച്ചി, അമ്മ, ബീട്രൂട്ട്, ചെറുതാടി ഇഞ്ചിക്കറി, ചെറുതേ, സാമ്പാർ, പപ്പടം. ഇത് ടാങ്ക് കല്യാണി. ആ പാട്ട് വെച്ചോ. ഇങ്ങനെ തന്നെ കട്ടാക്കണ്ടല്ലോ. വേണം മൂന്ന് ഒരുപാട് നിൽക്കുക. നീ വേഗത്തെ പിടിക്കാൻ മതി, പെട്ടെന്ന് പിടിക്കാം. പെട്ടെന്ന് കളിക്കേ. ഗൈസ് അങ്ങനെ നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡാൻസിൻ്റെ വീഡിയോ പിടിക്കാൻ നമ്മൾ ആദ്യം കുറച്ച് എടുത്തായിരുന്നു. പക്ഷേ അപ്പോൾ എടുത്തപ്പോഴത്തേക്കും കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ നോർമൽ ഡ്രസ്സിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഓർത്ത് കുറച്ചുകൂടെ ഭംഗിക്കൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴെ പോവാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. പോയിട്ട് പറയോ, എടുത്തേക്കാൻ പറ്റില്ല. ഗൈസ് നമ്മളിവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഡാൻസ് കളിക്കുന്നത്. ഗൈസ് നമ്മളിവിടെ വെച്ചിട്ടാണ് ഡാൻസ് എടുക്കുക. എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇങ്ങനെ സ്റ്റോറേജ് ഒന്നും ഇല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ആക്കി ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കും. പിന്നെ ആ വീഡിയോ നല്ല ആകുമ്പോഴത്തേക്കിനും നമ്മളിത് ഫോണിൽ അതിൻ്റെ ഒറിജിനൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് കിടക്കും. കിടന്ന് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു 10,000-2000 വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് തെടനാട് അമ്പലം. ഇവരുടെ വീട് അമ്പലത്തിൽ അതുവഴി ഇങ്ങനെ കയറിപ്പോണം. അടുത്ത അമ്പലത്തിൻ്റെ അടുത്ത്. എപ്പോഴും അമ്പലത്തിലൊക്കെ വരുമല്ലേ എടി? ഭക്തിമാർഗമാ ഭയങ്കര. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എനിക്ക് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാ. അപ്പോൾ ഇനി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇനി ചെറുത് പോയി ഫോൺ എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറേ ടേക്ക് പോയി കേട്ടോ. ഒരാൾ ശരിയാക്കുമ്പോൾ അടുത്താൾ തെറ്റിക്കും, അടുത്താൾ ശരിയാക്കുമ്പോൾ അടുത്താൾ തെറ്റിക്കും. എൻ്റെ മുന്നേ എനിക്കിങ്ങനെ വയ്യ, മടുത്തു. കുറേ വീഡിയോ ഒക്കെ എടുത്തുതരാം. ഒരു കൊച്ചൊക്കെ വന്നിട്ടുണ്ട്. മടുത്തു വയസ്സ്. ഇനി പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. മടുത്തു. കമ്മൽ കൊള്ളാമല്ലേ? അവളുടെ ഗൈസ് വെയിലത്ത്.
പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ ഈ ബ്ലോഗ്. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതോടെ